ഇനി നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള നെക്സ്റ്റ് മെത്തേഡായ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിനെ കുറിച്ച് പഠിക്കാം. കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയൊരു മെത്തേഡാണിത്. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ ആ സൊല്യൂഷൻ ഒപ്റ്റിമൽ സൊല്യൂഷനോട് നിയറസ്റ്റോ ചിലപ്പോൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ തന്നെയോ ആവാം. ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോഴുള്ള ഫസ്റ്റ് സ്റ്റേജാണ് ആ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിന് നമ്മൾ പറഞ്ഞ 3 മെത്തേഡുകളിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എന്നാലും സാധാരണയായിട്ട് ഫോളോ ചെയ്യുന്നത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചതെങ്കിൽ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഒപ്റ്റിമൽ സൊല്യൂഷനിലേക്ക് എത്തിക്കുവാനുള്ള സ്റ്റെപ്സ് മറ്റ് മെത്തേഡുകളെ അപേക്ഷിച്ച് ഈ മെത്തേഡിൽ കുറവായിരിക്കും. നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്ത് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൂടെ ഒരു എക്സാമ്പിൾ കൂടി ചെയ്യുന്നുണ്ട്. പ്രീവിയസ് മെത്തേഡുകളിൽ ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ് ഇവിടെയും എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. മെത്തേഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് സെയിം പ്രോബ്ലം തന്നെ എല്ലാ മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും എക്സാമ്പിളായിട്ട് എടുത്തത്. ഇതിൽ 2 ഒറിജിൻസും 3 ഡെസ്റ്റിനേഷൻസും ഉണ്ട്. ഓരോ ഒറിജിനിലെയും കപ്പാസിറ്റിയും ഓരോ ഡെസ്റ്റിനേഷനിലെയും ഡിമാൻഡും യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും എല്ലാം ടേബിളിൽ തന്നിട്ടുണ്ട്. ഈ പ്രോബ്ലം ബാലൻസ്ഡ് ആണെന്ന് നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്തതാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓരോ റോയിലെയും സ്മോളസ്റ്റ് കോസ്റ്റും നെക്സ്റ്റ് സ്മോളസ്റ്റ് കോസ്റ്റും ഐഡൻറ്റിഫൈ ചെയ്യുക. അവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ച് ആ ഡിഫറൻസ് കറസ്പോണ്ടിങ് റോയ്ക്ക് നേരെ ടേബിളിന് പുറത്ത് ബ്രാക്കറ്റിൽ എഴുതുക. ഒരു റോയിലെ സ്മോളസ്റ്റ് കോസ്റ്റും നെക്സ്റ്റ് സ്മോളസ്റ്റ് കോസ്റ്റും സെയിം ആണെങ്കിൽ അവ തമ്മിലുള്ള ഡിഫറൻസ് 0 ആയിരിക്കും. ഇതുപോലെ തന്നെ ഓരോ കോളത്തിലെയും സ്മോളസ്റ്റ് കോസ്റ്റും നെക്സ്റ്റ് സ്മോളസ്റ്റ് കോസ്റ്റും ഐഡൻറ്റിഫൈ ചെയ്ത് അവ തമ്മിലുള്ള ഡിഫറൻസ് കറസ്പോണ്ടിങ് കോളത്തിന് താഴെ ടേബിളിന് പുറത്ത് ഒരു ബ്രാക്കറ്റിൽ ഡിസ്പ്ലേ ചെയ്യുക. നമ്മുടെ എക്സാമ്പിളിൽ ഫസ്റ്റ് റോയിലെ സ്മോളസ്റ്റ് കോസ്റ്റ് 8 ആണ്. ആ റോയിലെ നെക്സ്റ്റ് സ്മോളസ്റ്റ് കോസ്റ്റ് 10ഉം അവ തമ്മിലുള്ള ഡിഫറൻസ് 10 - 8 വിച്ച് ഇസ് ഈക്വൽ ടു 2 ആണ്. സോ ഫസ്റ്റ് റോയ്ക്ക് നേരെ ടേബിളിന് പുറത്ത് ബ്രാക്കറ്റിൽ 2 എന്ന് ഡിസ്പ്ലേ ചെയ്യുക. സെക്കൻഡ് റോയിലെ സ്മോളസ്റ്റ് കോസ്റ്റ് 5ഉം നെക്സ്റ്റ് സ്മോളസ്റ്റ് കോസ്റ്റ് 9ഉമാണ്. അവ തമ്മിലുള്ള ഡിഫറൻസ് 4 ആയതുകൊണ്ട് സെക്കൻഡ് റോയ്ക്ക് നേരെ ബ്രാക്കറ്റിൽ 4 എന്ന് ഡിസ്പ്ലേ ചെയ്യുക. ഇനി കോളം വൈസ് ഡിഫറൻസ് നോക്കാം. എല്ലാ കോളത്തിലും ആകെ 2 എലമെൻറ്റ്സ് വീതം മാത്രമേ ഉള്ളൂ. സോ അവ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. ഫസ്റ്റ് കോളത്തിലെ ഡിഫറൻസ് 10 - 9 വിച്ച് ഇസ് ഈക്വൽ ടു 1. സെക്കൻഡ് കോളത്തിലെ 10 - 8 വിച്ച് ഇസ് ഈക്വൽ ടു 2. തേർഡ് കോളത്തിലെ 11 - 5 വിച്ച് ഇസ് ഈക്വൽ ടു 6. ഈ ഡിഫറൻസസ് ടേബിളിന് പുറത്ത് കറസ്പോണ്ടിങ് കോളത്തിന് താഴെ ബ്രാക്കറ്റിൽ ഡിസ്പ്ലേ ചെയ്യുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഡിഫറൻസുകളിൽ ഏറ്റവും ലാർജസ്റ്റ് ഡിഫറൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് റോ ഓർ കോളത്തിലെ ഡിഫറൻസ് ആവാം. ഇങ്ങനെ ലാർജസ്റ്റ് ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ടൈ വന്നാൽ ആർബിട്രറി ആയിട്ട് അതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി. ദെൻ നമ്മൾ സെലക്ട് ചെയ്ത റോ ഓർ കോളത്തിലെ സ്മോളസ്റ്റ് കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ സെല്ലിലാണ് ഫസ്റ്റ് അലോക്കേഷൻ നടത്തേണ്ടത്. അലോക്കേഷൻ നടത്തുന്നതൊക്കെ പ്രീവിയസ് മെത്തേഡിലുള്ളതുപോലെ തന്നെ. സെലക്ട് ചെയ്ത റോ ഓർ കോളത്തിലെ ലീസ്റ്റ് കോസ്റ്റ് Cij ആണെങ്കിൽ ijth സെല്ലിൽ മിനിമം ഓഫ് Ai, Bj അലോക്കേഷൻ കൊടുക്കുക. റിം റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്ത റോ ഓർ കോളം ക്രോസ് ചെയ്ത് റിമൂവ് ചെയ്യുക. ഇവിടെയുള്ള എക്സാമ്പിളിൽ നമ്മൾ കണ്ടുപിടിച്ച ഡിഫറൻസസിലെ ലാർജസ്റ്റ് വൺ 6 ആണ്. അത് തേർഡ് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കിട്ടിയത്. സോ തേർഡ് കോളം സെലക്ട് ചെയ്യുന്നു. ആ കോളത്തിലെ സ്മോളസ്റ്റ് കോസ്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് 5 ആണ്. അത് C23 ആണ്. ദെൻ സെക്കൻഡ് റോയിലെ കപ്പാസിറ്റി 60. തേർഡ് കോളത്തിലെ ഡിമാൻഡ് 40. അതിൽ മിനിമം 40 ആയതുകൊണ്ട് ആ സെല്ലിൽ 40 എന്ന അലോക്കേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ തേർഡ് കോളത്തിലെ റിക്വയർമെൻറ്റ് ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്തു. സോ ആ കോളം ക്രോസ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. സെക്കൻഡ് റോയിലെ ന്യൂ കപ്പാസിറ്റി 60 - 40 വിച്ച് ഇസ് ഈക്വൽ ടു 20 ആണ്. ദെൻ റെഡ്യൂസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ടേബിളിലെ റോ ആൻഡ് കോളം ഡിഫറൻസസ് കണ്ടുപിടിച്ച് സ്റ്റെപ്പ് 2ലേക്ക് പോകുവാനാണ് തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത്. എല്ലാ റിം റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്തു പോകുക. ഇവിടെയുള്ള എക്സാമ്പിളിലെ റെഡ്യൂസ്ഡ് ടേബിളിലെ റോ ആൻഡ് കോളം ഡിഫറൻസസ് കണ്ടുപിടിക്കാം. എല്ലാ റോയിലും എല്ലാ കോളത്തിലും 2 എലമെൻറ്റ്സ് വീതമായതുകൊണ്ട് അവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയ ഡിഫറൻസ് 10 - 8 വിച്ച് ഇസ് ഈക്വൽ ടു 2. സെക്കൻഡ് റോയിലെ 10 - 9 വിച്ച് ഇസ് ഈക്വൽ ടു 1. ഫസ്റ്റ് കോളത്തിലെ ഡിഫറൻസ് 10 - 9 വിച്ച് ഇസ് ഈക്വൽ ടു 1. സെക്കൻഡ് കോളത്തിലെ 10 - 8 വിച്ച് ഇസ് ഈക്വൽ ടു 2. ദെൻ ഈ ഡിഫറൻസുകളിൽ ലാർജസ്റ്റ് വൺ ചൂസ് ചെയ്യുക.
2 ആണ് മാക്സിമം. ഫസ്റ്റ് റോയ്ക്കും സെക്കൻഡ് കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു ടൈ വന്നതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫസ്റ്റ് റോയോ സെക്കൻഡ് കോളമോ ചൂസ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് റോ ചൂസ് ചെയ്തു. സെക്കൻഡ് കോളം ചൂസ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. ഫസ്റ്റ് റോയിലെ സ്മോളസ്റ്റ് കോസ്റ്റ് 8 ആണ്, അത് C12 ആണ്. ഫസ്റ്റ് റോയിലെ കപ്പാസിറ്റി 80, സെക്കൻഡ് കോളത്തിലെ ഡിമാൻഡ് 50, അതിൽ മിനിമം 50 ആയതുകൊണ്ട് ആ സെല്ലിൽ 50 എന്ന ലൊക്കേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ സെക്കൻഡ് കോളത്തിലെ റിക്വയർമെൻറ്റ് ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്തു. ആ കോളം ക്രോസ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. ഫസ്റ്റ് റോയിലെ ന്യൂ കപ്പാസിറ്റി 80 - 50 = 30 ആണ്. ന്യൂ റെഡ്യൂസ്ഡ് ടേബിളിൽ ആകെ ഒരു കോളം മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒരു റോയോ ഒരു കോളമോ മാത്രമായാൽ പിന്നെ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതിലെ സ്മോളസ്റ്റ് കോസ്റ്റ് ഏതാണെങ്കിൽ അത് ചൂസ് ചെയ്താൽ മതി. ഇവിടെ സ്മോളസ്റ്റ് 1 9 ആണ്, അത് C21 ആണ്. സോ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് സെല്ലിൽ അലോക്കേഷൻ നടത്തുന്നു. സെക്കൻഡ് റോയിലെ കപ്പാസിറ്റി 20, ഫസ്റ്റ് കോളത്തിലെ ഡിമാൻഡ് 50, അതിൽ മിനിമം 20 ആയതുകൊണ്ട് ആ സെല്ലിൽ 20 എന്ന അലോക്കേഷൻ കൊടുക്കുന്നു. സെക്കൻഡ് റോ ക്രോസ് ചെയ്ത് റിമൂവ് ചെയ്യുക. ഇനി ആകെ ഒരു സെല്ല് മാത്രമേ ബാക്കിയുള്ളൂ. കറസ്പോണ്ടിങ് കപ്പാസിറ്റിയും ഡിമാൻഡും 30 ആയതുകൊണ്ട് ആ സെല്ലിൽ 30 എന്ന അലോക്കേഷൻ കൊടുക്കുന്നു. ഇതാണ് ഇനീഷ്യൽ അലോക്കേഷൻസ്. ഇനി ടോട്ടൽ കോസ്റ്റ് കൂടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എല്ലാ അലോക്കേഷൻസും ഒറിജിനൽ ടേബിളിലേക്ക് എടുത്തെഴുതി കറസ്പോണ്ടിങ് കോസ്റ്റുമായി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. ടോട്ടൽ കോസ്റ്റ് = 30 × 10 + 50 × 8 + 20 × 9 + 40 × 5 = 1080 rupees. ഇതാണ് ഇനീഷ്യൽ കോസ്റ്റ്. സെയിം കോസ്റ്റ് തന്നെയാണ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് ഇനീഷ്യൽ കോസ്റ്റ് കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് കിട്ടിയത്. ഇത് ചെറിയൊരു പ്രോബ്ലം ആയതുകൊണ്ടാണ് രണ്ട് മെത്തേഡിലും സെയിം കോസ്റ്റ് കിട്ടിയത്. ജനറലായിട്ട് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുന്ന ഇനീഷ്യൽ കോസ്റ്റാണ് മറ്റു മെത്തേഡുകളിലെ കോസ്റ്റിനെ അപേക്ഷിച്ച് കുറവായിരിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ആൻ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ടു ദി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ബൈ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. 3 ഒറിജിൻസും 3 ഡെസ്റ്റിനേഷൻസുമുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ടാബുലർ ഫോം ഇവിടെ തന്നിട്ടുണ്ട്. ഒറിജിൻ എയിലെ കപ്പാസിറ്റി 200, ബിയിലെ 160, സിയിലെ 90, ഡെസ്റ്റിനേഷൻ പിയിലെ ഡിമാൻഡ് 180, ക്യൂവിലെ 120, ആറിലെ 150. പെർ യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കറസ്പോണ്ടിങ് സെല്ലുകളിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ കപ്പാസിറ്റിയും ടോട്ടൽ ഡിമാൻഡും 450 ആയതുകൊണ്ട് ഈ പ്രോബ്ലം ബാലൻസ്ഡ് ആണ്. നൗ ഫസ്റ്റ് റോയിലെ സ്മോളസ്റ്റ് കോസ്റ്റ് 12, നെക്സ്റ്റ് സ്മോളസ്റ്റ് 16. അവ തമ്മിലുള്ള ഡിഫറൻസ് 16 - 12 = 4. അത് ഫസ്റ്റ് റോയ്ക്ക് നേരെ ഡിസ്പ്ലേ ചെയ്യുക. ഇതുപോലെ സെക്കൻഡ് റോയിലെ ഡിഫറൻസ് 14 - 8 = 6. തേർഡ് റോയിലെ 24 - 16 = 8. ദെൻ ഫസ്റ്റ് കോളത്തിലെ സ്മോളസ്റ്റ് കോസ്റ്റ് 14, നെക്സ്റ്റ് സ്മോളസ്റ്റ് 16. അവ തമ്മിലുള്ള ഡിഫറൻസ് 2. അത് ഫസ്റ്റ് കോളത്തിന് താഴെ ടേബിളിന് പുറത്ത് ബ്രാക്കറ്റിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സെക്കൻഡ് കോളത്തിലെ ഡിഫറൻസ് 20 - 8 = 12. തേർഡ് കോളത്തിലെ 16 - 12 = 4. നൗ ഈ ഡിഫറൻസുകളിൽ ലാർജസ്റ്റ് 12 ആണ്. അത് സെക്കൻഡ് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കിട്ടിയത്. സോ സെക്കൻഡ് കോളം സെലക്ട് ചെയ്യുന്നു. ആ കോളത്തിലെ സ്മോളസ്റ്റ് കോസ്റ്റ് 8 ആണ്, അത് C22 ആണ്. സോ സെക്കൻഡ് കോളത്തിലെ സെക്കൻഡ് സെല്ലിൽ നമ്മൾ ആദ്യത്തെ അലോക്കേഷൻ നടത്തുന്നു. സെക്കൻഡ് റോയിലെ കപ്പാസിറ്റി 160, സെക്കൻഡ് കോളത്തിലെ ഡിമാൻഡ് 120, അതിൽ മിനിമം 120 ആയതുകൊണ്ട് ആ സെല്ലിൽ 120 എന്ന ലൊക്കേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ സെക്കൻഡ് കോളത്തിലെ റിക്വയർമെൻറ്റ് ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്തു. ആ കോളം ക്രോസ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. സെക്കൻഡ് റോയിലെ ന്യൂ കപ്പാസിറ്റി 160 - 120 = 40. നൗ റെഡ്യൂസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ടേബിളിലെ ഡിഫറൻസുകൾ കണ്ടുപിടിക്കാം. എല്ലാ റോയിലും 2 എലമെൻറ്റ്സ് വീതമാണുള്ളത്. സോ അവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് റോയിലെ ഡിഫറൻസ് 4, സെക്കൻഡ് റോയിലെ 4, തേർഡ് റോയിലെ 10. ഫസ്റ്റ് കോളത്തിലെ ഡിഫറൻസ് 16 - 14 = 2. ഇതിലെ സെക്കൻഡ് കോളത്തിലെ അത് ഒറിജിനൽ ടേബിളിലെ തേർഡ് കോളമാണ്. അതിലെ ഡിഫറൻസ് 16 - 12 = 4. നൗ ഈ ഡിഫറൻസുകളിൽ ലാർജസ്റ്റ് 10 ആണ്. അത് തേർഡ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് കിട്ടിയത്. ആ റോയിലെ സ്മോളസ്റ്റ് കോസ്റ്റ് 16. സോ ആ സെല്ലിലാണ് നെക്സ്റ്റ് അലോക്കേഷൻ നടത്തുന്നത്. കറസ്പോണ്ടിങ് കപ്പാസിറ്റി 90, ഡിമാൻഡ് 150, അതിൽ മിനിമം 90 ആയതുകൊണ്ട് ആ സെല്ലിൽ 90 എന്ന അലോക്കേഷൻ കൊടുക്കുന്നു. തേർഡ് റോ ക്രോസ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. ഈ കോളത്തിലെ ന്യൂ ഡിമാൻഡ് 150 - 90 = 60.
ദെൻ റെഡ്യൂസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ടേബിളിലെ എല്ലാ റോയിലും എല്ലാ കോളത്തിലും 2 എലമെൻറ്റ്സ് വീതമാണുള്ളത്. സോ അവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് റോയിലെ ഡിഫറൻസ് 4, സെക്കൻഡ് റോയിലെയും 4, ഫസ്റ്റ് കോളത്തിലെ ഡിഫറൻസ് 2, സെക്കൻഡ് കോളത്തിലെ 6, അതിൽ ലാർജസ്റ്റ് 6 ആണ്. ആ കോളത്തിലെ സ്മോളസ്റ്റ് കോസ്റ്റ് 12, അത് C13 ആണ്. ആ സെല്ലിലാണ് അലോക്കേഷൻ നടത്തുന്നത്. കറസ്പോണ്ടിങ് കപ്പാസിറ്റി 200, ഡിമാൻഡ് 60, അതിൽ മിനിമം 60 ആയതുകൊണ്ട് ആ സെല്ലിൽ 60 എന്ന അലോക്കേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ ആ കോളത്തിലെ റിക്വയർമെൻറ്റ് ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്തു. ആ കോളം ക്ലോസ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. റെഡ്യൂസ്ഡ് ടേബിളിൽ ആകെ ഒരു കോളം മാത്രമേ ഉള്ളൂ. അതിലെ സ്മോളസ്റ്റ് കോസ്റ്റ് 14. സോ ആ സെല്ലിൽ അലോക്കേഷൻ നടത്താം. അത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് സെല്ലിലാണ്. കറസ്പോണ്ടിങ് കപ്പാസിറ്റി 40, ഡിമാൻഡ് 180, അതിൽ മിനിമം 40 ആയതുകൊണ്ട് ആ സെല്ലിൽ 40 എന്ന ലൊക്കേഷൻ കൊടുക്കുന്നു. സെക്കൻഡ് റോ ക്ലോസ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. ഇനി ആകെ ഒരു സെല്ല് മാത്രമേ ബാക്കിയുള്ളൂ. കറസ്പോണ്ടിങ് കപ്പാസിറ്റിയും ഡിമാൻഡും 140 ആയതുകൊണ്ട് ആ സെല്ലിൽ 140 എന്ന ലൊക്കേഷൻ കൊടുക്കുന്നു. ഇനി ടോട്ടൽ ഇനീഷ്യൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഈ അലോക്കേഷൻസ് എല്ലാം ഒറിജിനൽ ടേബിളിലേക്ക് എടുത്തെഴുതുന്നു. ദെൻ കറസ്പോണ്ടിങ് കോസ്റ്റുമായി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 140 × 16 + 60 × 12 + 40 × 14 + 120 × 8 + 90 × 16 which is equal to 5,920 rupees. ഇതാണ് ഇനീഷ്യൽ കോസ്റ്റ്.